2024 വിട പറയുകയാണ്. പോയ ഒരു വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് അത്ര നല്ല വർഷമായിരുന്നില്ല. നേട്ടങ്ങളെക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ തന്നെയാണ് 2024 കേരളത്തിനുണ്ടായത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിനും 2024 സാക്ഷിയായി. പുതുവർഷത്തെ വരവേൽക്കുകയാണ് ലോകം. 2024 വിട പറയുന്നു. പോയ ഒരു വർഷം കേരളത്തെ സംബന്ധിച്ച് അത്ര നല്ല വർഷമായിരുന്നു അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കേരളം കണ്ട, ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിനും 2024 മലയാളികൾ സാക്ഷ്യം വഹിച്ചു. വയനാടുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം മലയാളി ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. ഒറ്റ രാത്രി കൊണ്ട് ഒരു ജനതയുടെ ജീവനും ജീവിതവും സ്വപ്നങ്ങളും തകർത്തെറിയപ്പെട്ട ആ രാത്രി 2024 കറുത്ത ഏടായി. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടൽ കേരളം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി. ഈ ദുരന്തത്തിൽ എത്ര പേർ മരണപ്പെട്ടു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ കണക്കില്ല. സർവ്വതും നഷ്ടപ്പെട്ട ആ ജനതയ്ക്ക് വേണ്ടി ഒറ്റ മനസ്സോടെ മലയാളികൾ കൈകോർത്തെങ്കിലും പകരം നൽകാൻ കഴിയുന്ന നഷ്ടമല്ല വയനാട് സംഭവിച്ചത്. ഉറ്റവരെയും ഉടയവരെയുമെല്ലാം നഷ്ടമായ ഒരു ജനതയുടെ വിലാപം ഇപ്പോഴും നീറിപ്പുകയുന്നു. അച്ഛനെ, അമ്മയെ, മക്കളെ, സഹോദരങ്ങളെ, അങ്ങനെ ഒറ്റ രാത്രി ഒരു പ്രദേശം തന്നെ ഇല്ലാതായപ്പോൾ 2024 മലയാളികളുടെ മനസ്സിൽ തീ കോരിയിട്ട വർഷമായി. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ വീണ് കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമത്തിലെ ലോറി ഡ്രൈവർ അർജുനും 2024 മലയാളികളുടെ നൊമ്പരമായി. ഒരുപക്ഷെ മലയാളികൾ ഇത്രയധികം പ്രാർത്ഥനയോടെ ഒരാളുടെ തിരിച്ചുവരവിനായി കാത്തിരുന്നിട്ടുണ്ടാവില്ല. അർജുനെ ജീവനോടെ കണ്ടെത്താനായില്ലെങ്കിലും കാണാതായി 71 ദിവസത്തിന് ശേഷം അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. 2024 മറ്റൊരു നോവായി അർജുൻ എന്ന ആ ലോറി ഡ്രൈവർ. നിപയുടെ മടങ്ങിവരവും അമീബിക് മസ്തിഷ്ക ജ്വരവും മങ്കി പോക്സുമെല്ലാം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തും പോയ വർഷം ഭീതി വിതച്ചു. എന്നാൽ ജാഗ്രതയോടെയുള്ള ഇടപെടൽ മൂലം ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞത് ആശ്വാസമായി. കാട്ടാന ആക്രമണത്തിലും വാഹനാപകടങ്ങളിലുമെല്ലാം നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ വർഷം കൂടിയാണ് 2024. നിരത്തുകൾ ചോരക്കളമായി മാറിയ വാർത്തകൾ 2024 മലയാളിക്ക് തീരാവേദനകൾ സമ്മാനിച്ചു. മണ്ണാർക്കാട് പനയംപാടത്ത് ദേശീയപാതയിൽ 4 വിദ്യാർത്ഥികൾ ലോറി കയറി മരിച്ചതുൾപ്പെടെ 2024 40,820 വാഹനാപകടങ്ങൾ സംസ്ഥാനത്ത് നടന്നതായാണ് ഔദ്യോഗിക കണക്കുകൾ. 3,168 പേർ അപകടങ്ങളിൽ മരണപ്പെട്ടു. അത്ര നല്ല കണക്കുകളല്ല 2024 വിട പറയുമ്പോൾ ഇതൊന്നും. സിനിമ, രാഷ്ട്രീയ, പൊതുരംഗത്തും 2024 നഷ്ടം ഏറെയാണ്. കവിയൂർ പൊന്നമ്മ, ടി.പി. മാധവൻ, കനകലത, മേഘനാഥൻ, കിരിക്കാടൻ ജോസ്, മീന ഗണേഷ് തുടങ്ങിയവർ സിനിമാ രംഗത്തു നിന്നും 2024 വിട പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഡിസംബറിൻ്റെ വേദനയായി മലയാളത്തിൻ്റെ മഹാപ്രതിഭ MT വാസുദേവൻ നായരും നമ്മെ വിട്ടുപിരിഞ്ഞ വർഷമായി 2024. സീതാറാം യെച്ചൂരി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരും 2024 നഷ്ടങ്ങളായി. 2024 തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് നേട്ടങ്ങളെക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ തന്നെയാണ്. ദുരന്തത്തിലാഴ്ത്തിയ ഒരു വർഷം വിട പറയുമ്പോൾ ശുഭപ്രതീക്ഷയുള്ള നല്ല നാളുകൾ സമ്മാനിക്കാൻ 2025 കഴിയട്ടെ. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.